Hi, good morning all. I am Sodi, Assistant Professor, Department of Civil Engineering, Musliar College of Engineering, ചിറയൻകീഴ്. ഇന്ന് നമ്മൾ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ട്രപ്പിസോഡൽ നോച്ച് ഫാളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോച്ച് ഫാൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നോച്ച് പോലെ ഒരു ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ ക്രസ്റ്റഡ് വാളിൽ നമ്മൾ നോച്ചസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എൻട്രൻസ് ഓഫ് ഫ്ലാറ്റ് സർക്കുലർ ലിപ്പ്, ഒരു ഫ്ലാറ്റ് സർക്കുലർ ലിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, വാട്ടർ ഫ്ലോ ചെയ്ത് ഒരു ജെറ്റായിട്ട് ഫ്ലോ ചെയ്ത് താഴോട്ട് പോകുന്നു. അത് ഒരു ടൈപ്പ് ഓഫ് ഫാളാണ്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ക്വസ്റ്റ്യന് പറയുന്നത് ഡിസൈൻ എ കനാൽ ഡ്രോപ്പ് ഓഫ് 2 meter വിത്ത് ദി ഫോളോയിങ് ഡേറ്റ. ഹൈഡ്രോളിക് പർട്ടിക്കുലേഴ്സ് ഓഫ് ദി കനാൽ എബോവ് ദി ഡ്രോപ്പ്. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് 4 cumex. ബെഡ് വിഡ്ത്ത് 6 meter. ബെഡ് ലെവൽ പ്ലസ് 10.00. ഫുൾ സപ്ലൈ ഡെപ്ത് 1.5 meter. ഫുൾ സപ്ലൈ ലെവൽ 11.50. ടോപ്പ് ഓഫ് ബാങ്ക് 2 meter വൈഡ് അറ്റ് ലെവൽ പ്ലസ് 12.50. ഹാഫ് സപ്ലൈ ഡെപ്ത് 1 meter. ഹൈഡ്രോളിക് പർട്ടിക്കുലേഴ്സ് ഓഫ് ദി കനാൽ ബിലോ ദി ഡ്രോപ്പ്. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് 4 cumex. ബെഡ് വിഡ്ത്ത് 6 meter. ബെഡ് ലെവൽ പ്ലസ് 8 meter. ഫുൾ സപ്ലൈ ഡെപ്ത് 1.50 meter. ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് 9.50. ടോപ്പ് ഓഫ് ബാങ്ക് 2 meter വൈഡ് അറ്റ് എ ലെവൽ പ്ലസ് 10.50. ദി ഗ്രൗണ്ട് ലെവൽ അറ്റ് ദി സൈഡ് ഓഫ് ദി വർക്ക് ഈസ് 10.50. ഗുഡ് സോയിൽ അവൈലബിൾ ഫോർ ഫൗണ്ടേഷൻ സെറ്റ് പ്ലസ് 8.50. ഇത്രയും ഡീറ്റെയിൽസാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ട്രപ്പിസോഡൽ നോച്ച് നമ്മൾ എന്ത് ചെയ്യണം, ട്രപ്പിസോഡൽ നോച്ച് ടൈപ്പ് ഫാൾ നമ്മൾ ഡിസൈൻ ചെയ്യണം. അതിൻ്റെ ഡ്രോയിങ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ട്രപ്പിസോഡൽ നോച്ചിൻ്റെ ഡിസൈനാണ്. സ്റ്റെപ്പ് 1 ട്രപ്പിസോഡൽ നോച്ച്. സോ ഇവിടെ നമ്മൾ 2 ട്രപ്പിസോഡൽ നോച്ച് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ അസ്യൂം 2 number ഓഫ് നോച്ചസ്. സോ ഡിസ്ചാർജ് ത്രൂ ഈച്ച് നോച്ച് എന്ന് പറയുന്നത് Q = 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cumex ആണ്. ഇനി ദ ഡിസ്ചാർജ് ത്രൂ എ ട്രപ്പിസോഡൽ നോച്ച് ഈസ് ഗിവൺ ബൈ, ട്രപ്പിസോഡൽ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q = 2.99 C d⁻³ ദ ഹോൾ ഇൻറ്റു L + 0.4 × ND. ഇവിടെ എല്ലിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല. സി എന്ന് പറയുന്ന കോഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 ആണ്. ഡി എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ ഓവർ ദി സില്ലാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 meter. ഇത്രയും ഡേറ്റാസ് നമുക്കറിയാം. സോ ഇവിടെ നമ്മൾ എല്ലാം എന്നും അൺനൗൺസ് ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ 2 കണ്ടീഷൻസ് നമ്മളെടുക്കും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഫുൾ സപ്ലൈ കണ്ടീഷൻ. ഫുൾ സപ്ലൈ കണ്ടീഷനിൽ ഡിസ്ചാർജ് Q = 2 cumex ആണ്. C = 0.7 ആണ്. D = 1.5 ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് Q = 2.99 C d⁻³ × L + 0.4 × ND. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 = 2.99 × 0.7 × D 1.5⁵² ദ ഹോൾ ഇൻറ്റു L + 0.4 × N × 1.5. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L + 0.6N = 0.52, ഇക്വേഷൻ നമ്പർ 1. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാഫ് സപ്ലൈ കണ്ടീഷനാണ്. ഡിസ്ചാർജ് Q = 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 cumex. C = 0.7, D = 1 meter. ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 = 2.99 × 0.7 × 1⁵² × L + 0.4 × N × 1. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് L + 0.4 N = 0.48, ഇക്വേഷൻ നമ്പർ 2. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 പറയാം, ഇക്വേഷൻ നമ്പർ 2 അറിയാം. അത് രണ്ടും സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 0.2 എന്നും കിട്ടും. L എന്ന് പറയുന്നത് 0.4 meter 40 centimeter. ഇവിടെ L എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി സില്ലാണ്, അതായത് ഈ ട്രപ്പിസോഡൽ നോച്ചിൻ്റെ ബോട്ടം വിഡ്ത്താണ് 40 centimeter എന്ന് പറഞ്ഞ് കിട്ടുന്നത്. N എന്ന് പറയുന്നത് 2 tan ആൽഫയാണ്. അവിടെ നിന്ന് ഇവിടെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ട്രപ്പിസോഡൽ നോച്ചിൻ്റെ ഒരു സൈഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. സോ N = 2 tan alpha which implies 0.2 = 2 × tan ആൽഫ. അവിടെ നിന്ന് ആൽഫയുടെ വാല്യൂ 5 degree 45 minute എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത്
ഇതാണ് 5 ഡിഗ്രി 45 മിനിറ്റ് ആൽഫ മാർക്ക് ചെയ്തിട്ടുള്ള 1.5 അതിൻ്റെ ഡെപ്ത്ത്. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് വിഡ്ത്തിൻ്റെ ഒരു പോർഷനാണ്, ആ ട്രയാങ്കുലർ പോർഷൻ്റെ വിഡ്ത്താണ് കിട്ടിയിരിക്കുന്നത്. സോ അവിടെ നിന്ന് ടാൻ 5 ഡിഗ്രി 45 മിനിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആ ഫിഗറിൽ നിന്ന് ടാൻ 5 ഡിഗ്രി 45 മിനിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എക്സ് ബൈ 1.5. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1.5 ടാൻ 5 ഡിഗ്രി 45 മിനിറ്റ്. ഇനി ബോട്ടം വിഡ്ത്ത് ഓഫ് ദി നോച്ച് അറ്റ് പ്ലസ് 10.0 നമ്മൾ കണ്ടുപിടിച്ച് നോച്ചിൻ്റെ ബോട്ടം വിഡ്ത്ത് 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി, എല്ലിൻ്റെ വാല്യൂ. ഇനി വിഡ്ത്ത് ഓഫ് ദി നോച്ച് അറ്റ് എഫ് എസ് എൽ ഫുൾ സപ്ലൈ ലെവലിലുള്ള വിഡ്ത്ത്, ദാറ്റ് ഈസ് എഫ് എസ് എൽ പ്ലസ് 10.50 മീറ്ററിൽ ഉള്ള ടോപ്പ് വിഡ്ത്ത് എത്രയാണെന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 പ്ലസ് 2x, that is 0.4 plus 2 into 1.5 into tan 5 degree 45 minute, that is equal to 0.7 meter equal to 70 centimeter. സോ ദ ഡയമെൻഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ്, ഡയമെൻഷൻസ് ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും കിട്ടി, അതിൻ്റെ ഡെപ്തും കിട്ടി. അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് വിഡ്ത്ത് 70 സെൻറ്റിമീറ്റർ, അതായത് പ്ലസ് 11.50 മീറ്റർ ലെവലിലുള്ള ടോപ്പ് വിഡ്ത്ത് 70 സെൻറ്റിമീറ്റർ പ്ലസ് 10 മീറ്ററിലുള്ളത് ബോട്ടം വിഡ്ത്ത്, ദാറ്റ് ഈസ് 40 സെൻറ്റിമീറ്റർ, ഡെപ്ത്ത് 1.5 മീറ്റർ. അപ്പോൾ നമുക്ക് ട്രപ്പീസോയിഡൽ നോച്ചിൻ്റെ ഡയമെൻഷൻസ് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ലെങ്ത് ഓഫ് ഡ്രോപ്പ് വാൾ ബിറ്റ്വീൻ അബട്ട്മെൻറ്റ്സ്. ഈ അബട്ട്മെൻറ്റ്സിലെ ഡ്രോപ്പ് വാളിൻ്റെ ലെങ്ത് ആണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ള. അതെന്ന് പറയുന്നത്, ഞാൻ ഈ ഫിഗർ വരച്ചിട്ടുണ്ട്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലെന്ന് പറയുന്നത് രണ്ട് അബട്ട്മെൻറ്റ്സിന് ഇടയ്ക്കുള്ള പോർഷൻ്റെ ഡിസ്റ്റൻസ് ആണ് എല്ലെന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 7/8 ഓഫ് ബെഡ് വിഡ്ത്ത് ഓഫ് അപ്സ്ട്രീം ആണ്. അപ്സ്ട്രീം ബെഡ് വിഡ്ത്തിൻ്റെ 7/8 ടൈംസ് ആണ്. ദെയർഫോർ ലെങ്ത് ഓഫ് ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് 7/8 ഇൻറ്റു അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7/8 ഇൻറ്റു അപ്സ്ട്രീം ബെഡ് വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 6 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.25 മീറ്റർ. അതാണ് ലെങ്ത് ഓഫ് ഡ്രോപ്പ് വാൾ ബിറ്റ്വീൻ അബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 പോവുകയാണ്, പ്രൊഫൈൽ ഓഫ് ഡ്രോപ്പ് വാൾ. ഇനി നമ്മൾ ഡ്രോപ്പ് വാളിൻ്റെ പ്രൊഫൈലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. നോച്ച് പിയർ ഉണ്ട്, ബോഡി വാൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതിന് താഴെയായിട്ട് സിസ്റ്റേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ കുഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് 11.50, അപ്സ്ട്രീം ബെഡ് ലെവൽ പ്ലസ് 10.00 മീറ്റർ. അത് ആ നോച്ചിൻ്റെ ഡയമെൻഷനാണ്. H1 എന്ന് പറയുന്നത് അവിടുത്തെ ഡെപ്താണ്. ഇനി ബോഡി വാള് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H ആണ്. ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ തന്നിട്ടുണ്ട് പ്ലസ് 8.00, ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് 9.50. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടോപ്പ് തിക്നെസ് ഓഫ് ഡ്രോപ്പ് വാൾ. ഡ്രോപ്പ് വാളിൻ്റെ ടോപ്പ് തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ ജനറലി നമ്മൾ എടുക്കുന്നത് 15 to 30 സെൻറ്റിമീറ്റർ ഈസ് ടേക്കൺ ജനറലി. 15 തൊട്ട് 30 സെൻറ്റിമീറ്റർ വരെയാണ് ജനറലി നമ്മൾ എടുക്കുന്നത്. സോ ദെയർഫോർ ടോപ്പ് തിക്നെസ് ഓഫ് ഡ്രോപ്പ് വാൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു H1/2 പ്ലസ് 15 to 30 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് H1 എന്ന് പറയുന്ന 1.5 മീറ്ററാണ്. അത് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 11.50 മൈനസ് 10.00 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H1 കിട്ടും. അത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5/2 പ്ലസ് 0.15 to 0.3, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 to 1.05. ഇപ്പോൾ 0.9നും 1.05നും ഇടയിൽ വേണം ടോപ്പ് തിക്നെസ്. ഞാനത് ദാറ്റ് ഈസ് ടേക്കൺ ആസ് 1 മീറ്റർ. 1 മീറ്ററായിട്ട് ഞാനതിനെ എടുത്തു. ഇനി സെക്കൻഡ് ബി പാർട്ട് എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് വാൾ. ഡ്രോപ്പ് വാളിൻ്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കും. ക്യാപിറ്റൽ Hൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഡി എന്ന് പറയുന്ന ഡ്രോപ്പാണ്. ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവലിൽ നിന്ന് ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഡ്രോപ്പ് കിട്ടും. സോ എക്സ് പ്ലസ് H2 ഈക്വൽ ടു 0.9 ഇൻറ്റു H1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എടുക്കും. അവിടെ ഡി എന്ന് പറയുന്ന ഡ്രോപ്പാണ്. അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL, ദാറ്റ് ഈസ് 11.50 മൈനസ് 9.50, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. H1 നമുക്കറിയാം 1.5 മീറ്റർ എന്നറിയാം. H2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഡൗൺ സ്ട്രീം FSL നിന്ന് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ മൈനസ് ചെയ്താൽ 9.5 നിന്ന് 8 മൈനസ് ചെയ്താൽ മതി. അത് എന്ത് കിട്ടും? 1.5 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1.5 ഈക്വൽ ടു
0.9 ഇൻറ്റു 1.5 റൂട്ട് 2. അവിടെ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0.4 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. ഇനി ബെഡ് ലെവൽ ഓഫ് സിസ്റ്റേണിൻ്റെ ബെഡ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ മൈനസ് എക്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ബെഡ് ലെവൽ ഓഫ് സിസ്റ്റേൺ കിട്ടും. സിസ്റ്റേണിൻ്റെ ബെഡ് ലെവൽ കിട്ടും. ദാറ്റ് ഈസ് 8 മൈനസ് 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 7.6 മീറ്റർ. ഇനി അടുത്തത് ഹൈറ്റ് ഓഫ് ദി ഡ്രോപ്പ് വാൾ ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ബെഡ് ലെവൽ ഓഫ് സിസ്റ്റേൺ എന്ന് എന്ത് മൈനസ് ചെയ്യണം? ടോപ്പ് ലെവൽ ഓഫ് ഡ്രോപ്പ് വാളിൽ നിന്ന് ബോട്ടം ലെവൽ ഓഫ് ഡ്രോപ്പ് വാൾ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 10.00 മൈനസ് 7.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4 മീറ്റർ. അപ്പോൾ എന്ത് കിട്ടി? ഡ്രോപ്പ് വാളിൻ്റെ ഹൈറ്റ് കിട്ടി. ഇനി ഇതിൻ്റെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ബേസ് വിഡ്ത്ത് ഓഫ് ഡ്രോപ്പ് വാൾ. ഡ്രോപ്പ് വാളിൻ്റെ ബേസ് വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു എച്ച് പ്ലസ് h1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് റോ. ഇവിടെ ബി എന്ന് പറയുന്ന ബേസ് വിഡ്ത്താണ്. ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് 2.4 മീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ച്. h1 1.5 മീറ്റർ ആണ്. റോ എന്ന് പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ദാറ്റ് ഈസ് 2.25 ഫോർ മാസൺറി. സോ ദെയർഫോർ ബി ഈക്വൽ ടു 2.4 പ്ലസ് 1.5 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2.25 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.6 മീറ്റർ. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടോപ്പ് വിഡ്ത്ത് 1 മീറ്റർ, ബോട്ടം വിഡ്ത്ത് 2.6 മീറ്റർ, ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് 2.4 മീറ്റർ ആയിട്ട് കിട്ടി നമുക്ക്. ഇനി സ്റ്റെപ്പ് 4 നമ്മൾ കിടക്കുകയാണ്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സിസ്റ്റേൺ ആണ്. സിസ്റ്റേണിൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് എൽ സി എന്ന് പറഞ്ഞ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ സി ഈക്വൽ ടു 1.5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് h1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് 1.5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് h1 1.5 ആണ്. ഡി ഈക്വൽ ടു 2 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4.96 മീറ്റർ എന്ന് പറഞ്ഞിട്ടും ദാറ്റ് ഈസ് ടേക്കൺ ആസ് 5 മീറ്റർ. സോ ഇനി അടുത്ത സ്റ്റെപ്പ് 5 നമ്മൾ പോവുകയാണ്. തിക്നെസ് ഓഫ് ഫ്ലോർ ഓഫ് സിസ്റ്റേൺ. സിസ്റ്റേൺ ഫ്ലോറിൻ്റെ തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഹെഡ് കാസിംഗ് ഫ്ലോ എന്ന് പറയുന്നത് അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL ആണ് ഹെഡ് കാസിംഗ് ഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 11.5 മൈനസ് 9.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. സോ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റേണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുകയാണ് 1 മീറ്റർ ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുകയാണ്. ഇനി അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് വിത്ത് എ സ്ലോപ്പ് ഓഫ് 1/4. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് സ്ലോപ്പ് 1/4 ആണെന്നും എടുക്കുന്നു. സോ ദെയർഫോർ ലെങ്ത് ഓഫ് ക്രീപ്പ് അപ് ടു പോയിൻ്റ് ഡി. അപ്പോൾ ഞാൻ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പോയിൻ്റ് ഡി വരെയുള്ള ലെങ്ത് ഓഫ് ക്രീപ്പ് ദാറ്റ് ഈസ് ക്രീപ്പ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് AB പ്ലസ് BC പ്ലസ് CD. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ലെങ്ത് ഓഫ് ക്രീപ്പ് അപ് ടു പോയിൻ്റ് ഡി. ഇനി അവിടെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 0.3 മീറ്റർ പ്രൊജക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ AB പ്ലസ് BC പ്ലസ് CD ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4 AB പ്ലസ് BC 1 പ്ലസ് CD 0.3 പ്ലസ് 2.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.3 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഹെഡ് ലോസ് ബിറ്റ്വീൻ A ആൻഡ് D. എയും ഡിയും തമ്മിലുള്ള ഹെഡ് ലോസ് എന്ന് പറയുന്നത് 6.3 ഇൻറ്റു 1/4 ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് 1/4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി റെസിജ്വൽ ഹെഡ് അറ്റ് ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ റെസിജ്വൽ ഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് മൈനസ് ഹെഡ് ലോസ് ആണ്. ദാറ്റ് ഈസ് 2 മൈനസ് 1.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 മീറ്റർ. റിക്വേർഡ് തിക്നെസ് അറ്റ് ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഡിയിലെ റിക്വേർഡ് തിക്നെസ് എന്ന് പറയുന്നത് H0 ബൈ റോ മൈനസ് 1. അതായത് റെസിജ്വൽ ഹെഡ് 0.4 ഡിവൈഡ് ബൈ 2.25 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.35 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി മിനിമം തിക്നെസ് ടു ബി പ്രൊവൈഡഡ്. മിനിമം തിക്നെസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എത്രയാണെന്നുള്ളത് നോക്കണം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് h1 പ്ലസ് ഡി ആണ് മിനിമം തിക്നെസ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 1.5 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.94 ദാറ്റ് ഈസ് ടേക്കൺ ആസ് 1 മീറ്റർ. സോ അവിടെ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം പ്രൊവൈഡ് 1 മീറ്റർ തിക്നെസ് ഓഫ് കോൺക്രീറ്റ് കൊടുക്കാമെന്നുള്ളത്. ഇനി സ്റ്റെപ്പ് 6 പോവുകയാണ്. നോച്ചസ് ആൻഡ് നോച്ച് പിയർ. അപ്പോൾ നമുക്ക് ഇനി നോച്ചും നോച്ച് പിയറുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സിൽ ഓഫ് ദി നോച്ച് എന്ന് പറയുന്ന അപ്സ്ട്രീം ബെഡ് ലെവലാണ്.
ദാറ്റ് ഈസ് പ്ലസ് 10.00. ടോപ്പ് ഓഫ് നോച്ച് പിയർ എന്ന് പറയുന്നത് അപ്സ്ട്രീം FSL ആണ്, ദാറ്റ് ഈസ് പ്ലസ് 11.50. ഇനി വിഡ്ത്ത് ഓഫ് നോച്ച് പിയറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് h1/2, ദാറ്റ് ഈസ് 11.50 മൈനസ് 10.00 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 1.50/2, ദാറ്റ് ഈസ് 0.75 മീറ്റർ ഈക്വൽ ടു 75 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനതിന് എന്ത് ചെയ്ത് അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 85 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വരച്ചിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. സോ അപ്പോൾ നോച്ച് പിയറായി. ഇനി അടുത്ത സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് ബാങ്ക് കണക്ഷൻസ് ആണ്. സോ ബാങ്ക് കണക്ഷൻസിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ ഫിഗർ വരച്ചിട്ടുണ്ട് AB, BC, CD, DE. അപ്പോൾ ഇവിടെയുള്ള ഫസ്റ്റ് പാർട്ട് അബട്ട്മെൻറ്റ് BC എന്ന് പറഞ്ഞ അബട്ട്മെൻറ്റാണ് നോക്കുന്നത്. അവിടെ ലെങ്ത് ഓഫ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബേസ് വിഡ്ത്ത് ഓഫ് ഡ്രോപ്പ് ഹോളാണ്, ദാറ്റ് ഈസ് 2.6 മീറ്റർ. ഇനി ടോപ്പ് വിഡ്ത്ത് ഓഫ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 0.5 ആണ്. ഇനി അടുത്ത പാർട്ടെന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഓഫ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ബാങ്ക് ലെവൽ ഓഫ് അപ്സ്ട്രീം കനാലാണ്, ദാറ്റ് ഈസ് പ്ലസ് 12.5. ബോട്ടം ലെവൽ ഓഫ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ലെവൽ ഓഫ് ഡ്രോപ്പ് വാളാണ്, ദാറ്റ് ഈസ് പ്ലസ് 7.60. അപ്പം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം ലെവൽ ഓഫ് ഫൗണ്ടേഷൻ വാളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. 0.5 ടോപ്പ് എടുത്ത് ബോട്ടം എടുത്ത് 2 മീറ്റർ പ്ലസ് 0.3 ഈച്ച് പ്രൊജക്ഷൻസ്, ദാറ്റ് ഈസ് 0.3 പ്ലസ് 0.3 0.6 2.6 കിട്ടും. സോ അവിടുത്തെ ടോപ്പ് ലെവലും ബോട്ടം ലെവലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, അബട്ട്മെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12.50 മൈനസ് 7.60 ആണ് ഹൈറ്റ് ഓഫ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.9 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ബേസ് വിഡ്ത്ത് ഓഫ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 0.4 ടൈംസ് h ആണ്, ദാറ്റ് ഈസ് 0.4 ഇൻറ്റു 4.9, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.96, ദാറ്റ് ഈസ് ടേക്കൺ ആസ് 2 മീറ്റർ. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇനി പ്രൊവൈഡ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഓഫ് 1 മീറ്റർ തിക്ക്. 1 മീറ്റർ തിക്കുള്ള കോൺക്രീറ്റ് ഫൗണ്ടേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അവിടെ ബാറ്റേൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് 1/8 സ്ലോപ്പിൽ എന്ത് ചെയ്യാം, ബാറ്റേൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി സെക്കൻഡ് ബി പാർട്ട് എന്ന് പറയുന്നത് അപ്സ്ട്രീം വിങ് വാൾ AB. ഇപ്പോൾ ഇവിടെ നോക്കൂ, AB എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം വിങ് വാളാണ് ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ പ്രൊവൈഡ് എ സ്പ്ലേ ഓഫ് 1/1 എന്ന് പറഞ്ഞ ഒരു സ്പ്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ടോപ്പ് ബാങ്ക് ലെവൽ ഓഫ് അപ്സ്ട്രീം കനാലാണ്, ദാറ്റ് ഈസ് പ്ലസ് 12.50 ആണ്. ബോട്ടം ലെവൽ എന്ന് പറയുന്നത് പ്ലസ് 8.50 ആണ്. സോ ഹൈറ്റ് ഓഫ് വിങ് വാൾ എന്ന് പറയുന്നത് 12.50 മൈനസ് 8.50, ദാറ്റ് ഈസ് 4 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് 0.4 ടൈംസ് h ആണ്, ദാറ്റ് ഈസ് 0.4 ഇൻറ്റു 4 1.6 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊവൈഡ് എ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് 60 സെൻറ്റിമീറ്റർ തിക്ക്. ബോട്ടം ഫൗണ്ടേഷൻ ലെവൽ എന്ന് പറയുന്നത് 8.50 മൈനസ് 0.6, ദാറ്റ് ഈസ് പ്ലസ് 7.9 മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഇനി അതിൽ തന്നെ പ്രൊവൈഡ് 0.3 മീറ്റർ പ്രൊജക്ഷൻ ഓൺ ബോത്ത് സൈഡ്സ്. അങ്ങനെയാണ് നമുക്ക് 2.2 കിട്ടുന്നത്. ഇനി തേർഡ് പാർട്ട് ഡൗൺ സ്ട്രീം വിങ് വാളാണ്. ഡൗൺ സ്ട്രീം വിങ് വാളിൽ സ്ലോപ്പിംഗ് ഫ്രം C ടു D, സിന്ന് ഡിയിലോട്ടാണ് സ്ലോപ്പ് ചെയ്യുന്നത്. സെക്ഷൻ അറ്റ് C എന്ന് പറയുന്നത് സെക്ഷൻ ഓഫ് അബട്ട്മെൻ്റ് ആണ്. സെക്ഷൻ അറ്റ് D എന്ന് പറയുന്നത് നമ്മൾ നോക്കുക, ടോപ്പ് വിഡ്ത്ത് 0.5 മീറ്റർ ആണ്. അതിൻ്റെ ബോട്ടം വിഡ്ത്ത് അറ്റ് D എന്ന് പറയുന്നത്, ടോപ്പ് ലെവൽ അറ്റ് D എന്ന് പറയുന്നത് ടോപ്പ് ബാങ്ക് ലെവൽ ഓഫ് ഡൗൺ സ്ട്രീം കനാലാണ്, ദാറ്റ് ഈസ് പ്ലസ് 10.50 ആയിരിക്കും. ഇനി അതിൻ്റെ ബോട്ടം ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് വാട്ടർ കുഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 7.6. ഹൈറ്റ് h ഈക്വൽ ടു 10.50 മൈനസ് 7.6, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.9 മീറ്റർ. സോ പ്രൊവൈഡ് എ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ 0.6 മീറ്റർ തിക്ക്
അങ്ങനെയാണെങ്കിൽ ബേസ് വിഡ്ത്ത് ഓഫ് ഡൗൺ സ്ട്രീം വിങ് വാൾ എന്ന് പറയുന്നത് 0.4 ടൈംസ് എച്ച് 0.4 ഇൻറ്റു 2.9 ദാറ്റ് ഈസ് 1.16 ദാറ്റ് ഈസ് ടേക്കൺ ആസ് 1.2 മീറ്റർ. സോ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം 0.3 മീറ്റർ പ്രൊജക്ഷൻ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ്സിലും 0.3 മീറ്റർ പ്രൊജക്ഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോഴാണ് അതിൻ്റെ 1.8 മീറ്റർ എന്ന് പറഞ്ഞ് ബോട്ടം വിഡ്ത്ത് കിട്ടുന്നത്. ഇനി ഫോർത്ത് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സെക്ഷൻ ഡി ഇ ആണ്. സോ അവിടെ സെക്ഷൻ അറ്റ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്ഷൻ അറ്റ് ഇ ആയിരിക്കും. ഇനി സ്റ്റെപ്പ് 8 പോവുകയാണ് പ്രൊട്ടക്ഷൻ വർക്ക്സ്. സോ ഇവിടെ പ്രൊട്ടക്ഷൻ വർക്കിൽ വരുന്നത് അപ്സ്ട്രീം റിവട്ട്മെൻറ്റ് ആൻഡ് ആപ്രൺ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് റിവട്ട്മെൻറ്റ് ഈക്വൽ ടു 3h1 അല്ലെങ്കിൽ മിനിമം ഓഫ് 3 മീറ്റർ ദാറ്റ് ഈസ് 3 ഇൻറ്റു 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ലെങ്ത് ഓഫ് ആപ്രൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് റിവട്ട്മെൻറ്റ് ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 4.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.25 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഡൗൺ സ്ട്രീം റിവട്ട്മെൻറ്റ് ആൻഡ് ആപ്രൺ അതിൽ ലെങ്ത് ഓഫ് റിവട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 4 ഇൻറ്റു h1 പ്ലസ് ഡി ഓർ മിനിമം ഓഫ് 6 മീറ്റർ ദാറ്റ് ഈസ് 4 ഇൻറ്റു h1 1.5 പ്ലസ് ഡി 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ലെങ്ത് ഓഫ് ആപ്രൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് റിവട്ട്മെൻറ്റ് ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 14 ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും പ്ലസ് 7 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും.